ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം. കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. മനുഷ്യർ കണ്ണുനീരിൻ്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ കുറ്റപ്പെടുത്താറുണ്ട്, ഒറ്റപ്പെടുത്താറുണ്ട്. കണ്ണുനീർ കാണുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കുന്നുണ്ട് എന്നോർക്കണം. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ മുന്നോട്ടുള്ള വഴികൾ എത്ര ദുർഘടം പിടിച്ചതാണെങ്കിലും അത് എത്തിച്ചേരുന്നത് താങ്കളുടെ നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്കായിരിക്കും എന്നോർക്കുക. 34 സങ്കീർത്തന പുസ്തകം 18 തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ആരൊക്കെ താങ്കളെ ഉപേക്ഷിച്ചാലും അകറ്റിയാലും താങ്കളെ ഉപേക്ഷിക്കാതെ താങ്കളെ നെഞ്ചോട് ചേർക്കുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട്. മനസ്സ് എത്ര തകർന്നിരുന്നാലും ഹൃദയ നുറുക്കങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം ഇറക്കി വയ്ക്കുക. പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ചിന്തിക്കാറില്ലേ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥയെ ദൈവം കാണുന്നുണ്ടോ എന്ന്? എൻ്റെ നിലവിളി ദൈവം കാണുന്നുണ്ടോ? എൻ്റെ സങ്കടത്തിൻ്റെ ആഴം, വേദന എൻ്റെ ദൈവം അറിയുന്നുണ്ടോ? ഇത്തരം അനേകം ചോദ്യങ്ങൾ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ കാൽവരിയിലേക്ക് നോക്കുക. നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം തന്നു. സകല വേദനകളും അനുഭവിച്ച ദൈവം നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കുവാൻ, നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിടുതലിനായി കർത്താവ് കാൽവരി ക്രൂശിൽ തകർന്നു. കർത്താവ് നമ്മുടെ സകല വേദനകളും അറിയുന്നുണ്ട്. നാം അനുഭവിക്കുന്ന സകല വേദനകളും കർത്താവ് ഈ നിമിഷം അറിയുന്നുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, തിരുവചനം വിളിച്ചു പറയുന്നു: എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളിയും കേട്ടു എന്ന്. നമ്മുടെ സങ്കടങ്ങൾ കർത്താവ് അറിയുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവ് ഇറങ്ങി വരികയും ചെയ്യുന്നു. വിശ്വാസ ജീവിതത്തിൽ കണ്ണുനീർ കാണുമ്പോൾ പകുതി വഴിയിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കാറില്ല. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഹാഗറിനെ കാണാം. ഹാഗർ തൻ്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തെ രുചിച്ചറിഞ്ഞു. ഹാഗർ നിലവിളിച്ചപ്പോൾ, ബാലൻ നിലവിളിച്ചപ്പോൾ, മകൻ്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് ഹാഗർ മാറി നിന്ന് കരയുമ്പോൾ ഹാഗറിൻ്റെ കണ്ണുനീരിനെ കണ്ട ദൈവം, ഹാഗറിൻ്റെ മനസ്സ് തകർന്നപ്പോൾ ദൈവം ഹാഗറിന് വേണ്ടി, ബാലന് വേണ്ടി ഹാഗറിൻ്റെ അരികിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. കണ്ണുനീരോടുകൂടെ നിലവിളിക്കുന്ന ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ സുഖത്തിലും താങ്കളുടെ ദുഃഖത്തിലും താങ്കളെ കാണുന്ന, താങ്കളുടെ കൂടെ ചലിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. ഭക്തനായ അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് ഹാഗറിന് സമയാസമയം ആഹാരം ലഭിക്കുമായിരുന്നു. ഭക്തനായ അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഹാഗർ ക്ഷേമമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഹാഗറിനെയും ബാലനെയും ഭവനത്തിൽ നിന്നും അബ്രഹാം ഇറക്കി വിടുമ്പോൾ സകലത്തെയും വിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓടിപ്പോകുന്ന സമയത്തും അവിടെ ഇറങ്ങി വന്ന് ഹാഗറിനെയും ബാലനെയും ദൈവം ബലപ്പെടുത്തിയെങ്കിൽ, കണ്ണുനീരിൻ്റെ അവസ്ഥയിലാണോ, ഹൃദയം തകർന്ന അവസ്ഥയിലാണോ, ഭാരപ്പെടേണ്ട. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ അരികിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്നേ. മനുഷ്യർ ആരും താങ്കളുടെ ഹൃദയവേദന അറിയുന്നില്ലായിരിക്കാം, എങ്കിലും ദൈവം താങ്കളുടെ ഹൃദയവേദന അറിയുന്നുണ്ട്. വചനം ശ്രവിക്കുന്ന താങ്കളുടെ മരുഭൂമി യാത്രയിലൂടെ താങ്കൾ സഞ്ചരിക്കുമ്പോൾ, താങ്കളുടെ മരുഭൂമിയുടെ അവസ്ഥയിൽ താങ്കൾ തളർന്നു വീഴുമ്പോൾ, ഉറവ തുറന്ന് എത്രയോ പ്രാവശ്യം ദൈവം താങ്കളെ സംരക്ഷിച്ചിരിക്കുന്നു. ദൈവം പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹാഗർ രുചിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ഹാഗർ വിളിച്ചു പറഞ്ഞത്: ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് ബേർലേഹി രോഹി
എന്ന് വിളിച്ചു പറഞ്ഞു. ഹാഗർ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്കും വിളിച്ചു പറയാം. നമ്മുടെ ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു: അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. മകൻ്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് മാറി നിന്ന് കരഞ്ഞ ഹാഗറിനെയും ഹാഗറിൻ്റെ തലമുറയെയും ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, താങ്കളെ അനുഗ്രഹിക്കുന്ന താങ്കളുടെ തലമുറകളെ വാഗ്ദത്തം നൽകി ഉറപ്പിക്കുന്ന, വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ആദ്യനും അന്ത്യനുമായ കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. താങ്കളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, താങ്കളുടെ ഹൃദയത്തിലെ മുറിവുകളെ വച്ച് കെട്ടുന്ന കർത്താവ് കൂടെയുണ്ട്. ആകയാൽ ദൈവസന്നിധിയിൽ കരയുക. താങ്കളുടെ കണ്ണുനീരിൻ്റെ മറുപടി കർത്താവ് നൽകുവാനിടയാകും. ഈ നാളുകളിൽ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.